നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ. സോഷ്യൽ മീഡിയ വളരെ അത്യാവശ്യമുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഒരുപാട് സമയം ഈ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നതിനുള്ള പ്രശ്നം എന്താണെന്നറിയോ? പുതിയ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നല്ല പെറ്റ്സിൻ്റെ വീഡിയോ ആയിരിക്കും, ഒന്ന് നല്ല സന്തോഷിക്കാനുള്ള, ഒന്ന് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള, വീണ്ടും സന്തോഷിക്കാനുള്ള, വീണ്ടും ഇമോഷണൽ ആയിട്ടുള്ള, ചിലപ്പോൾ ദേഷ്യം വരണേ, ഇങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ വിത്തിൻ സെക്കൻഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇമോഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രെയിനിന് ഈ ഇമോഷൻസ് ബാലൻസ് ചെയ്യാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വെച്ചാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ എന്താ നല്ല അടിപൊളി കാര്യങ്ങൾ, ബാക്കിയുള്ള നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, പണ്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മൾക്കായി പഠിക്കാതിരുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾക്കായി കഴിയില്ല എന്ന് നമ്മൾ വിചാരിച്ച ഒരാളൊക്കെ നമ്മൾക്കായി ഹൈ ലെവലിൽ ജീവിക്കുന്നതും ഒക്കെ കാണുന്ന സമയത്ത്, അതേപോലെ തന്നെ നമ്മൾ കൂടെയുള്ള ഒരു അടിപൊളിയായിട്ട് ടൂർ പോകുന്ന, നല്ല കപ്പിൾ ഫോട്ടോസ് ഇടുന്ന, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത്, ഈവൻ നമ്മളൊന്ന് ഇമോഷണലി കുറച്ച് ഡിമ്മായിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ വല്ലാതെ നമ്മുടെ ലൈഫിനെ ബാക്കിയുള്ള ലൈഫായിട്ടാണ് കമ്പയർ ചെയ്യും. സോ നമ്മൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, അസൂയ, അതേപോലെ തന്നെ ഇമോഷണൽ ഇംബാലൻസ്, ഭയങ്കര സങ്കടം, അങ്ങനത്തെ ഇമോഷനായിട്ട് ഭയങ്കര നമ്മളത് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി കാരണമാവുന്നതാണ്. സോഷ്യൽ മീഡിയ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ എന്താ വെച്ചാൽ വൈസ്ലി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാം, ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ കാണാം. കുറച്ച് സമയം നമ്മൾ എന്തായാലും അതിനുവേണ്ടി മാറ്റി വെക്കുക, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഓവറായി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ us. താങ്ക് യു സോ മച്ച്.